അപ്പോൾ നമ്മുടെ ഫുഡ് താണ്ട പൊറോട്ടയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അബീസ് ട്രാവൽ വേൾഡ് എന്നുള്ള നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വാദനത്തിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയണം, കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് തമിഴ്നാട്ടിലെ ഒരു കിഡ്ലം സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ് തൊട്ട് ബാക്കിൽ. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ ചങ്കായിട്ടുള്ള ഒരു ആളിവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പുള്ളിയിലൂടെ പോവാം. അങ്ങനെ ഷാജി സാറിനൊപ്പമാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളുടെ യാത്രയിലുള്ള ചങ്കാണ്. മറ്റേ ഫോട്ടോ. അതെ അതെ. ഇവിടുന്ന് ഏകദേശം ഒരു 52 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാനായിട്ട്. കന്യാകുമാരി ജില്ലയിലെ തെല്ലന്തി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനും സാറും ഉണ്ട്. ഇനി ഒരു 3 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടിയാണ് ഒരു കാറിലാണ് പോകുന്നത്. 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. തെല്ലന്തി എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഗ്രാമമാണ്. ലൊക്കേഷൻ ഇട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഒരാഴ്ചയായതേ ഉള്ളൂ അതിനെപ്പറ്റി അറിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം. അടിപൊളി സ്ഥലമാണ്. അപ്പം വീഡിയോ എല്ലാവരും തുടർച്ചയായിട്ട് കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് വാങ്ങിച്ചാണ് പോകുന്നത്. പോവാം. നമ്മുടെ യാത്രയിലെ അടുത്ത ആളെയും കൂടി നമ്മൾ പിക്ക് ചെയ്യുകയാണ്. ഗൂഗിൾ മാപ്പിൽ 52 കിലോമീറ്റർ ആണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് കാണിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് പോണം. അങ്ങ് ദൂരെയായിട്ട് മലയുണ്ടല്ലേ, മല കാണുന്നുണ്ട്. അയ്യോ അടിപൊളിയല്ലേ. അയ്യോ ആദ്യം ഇട്ടപ്പല്ലേ എന്നെ ഭംഗി. ഇടയ്ക്ക് വെച്ച് നമ്മുടെ വണ്ടി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരെ വന്നിട്ടുള്ളൂ. 5ാമത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ആള് വന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു സീനറി കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാ. അടിപൊളി ഒരു സ്ഥലം, നല്ല പച്ച വിരിച്ച പാടങ്ങൾ, നെൽപ്പാടങ്ങളാണ്. നമ്മൾ തെല്ലന്തി ഗ്രാമത്തിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. 1 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ഇനി ഇവിടുത്തെ നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കണം, ഞങ്ങൾക്ക് കറക്റ്റ് വഴി അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ലൊക്കേഷനിൽ ഇനി മാപ്പിൽ 1 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുള്ളൂ. അടിപൊളി ഒരു ഗ്രാമമാണ് കേട്ടോ ഈ തെല്ലന്തി എന്ന് പറയുന്നത്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തതിനു ശേഷം എന്താണ്ട് ഈ കാണുന്ന വയലിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര പച്ചപ്പ് കേട്ടോ, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല പച്ചപ്പ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള വയലുകൾ കണ്ടിട്ട് കുറേ നാളായില്ലേ. വയലിൻ്റെ നടുക്കൂടെയൊക്കെ നടന്നുള്ള ഒരു യാത്രയാണ് കേട്ടോ. ചുമ്മാ നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല. നമ്മളിങ്ങനെ വയലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നെൽപ്പാടങ്ങൾ, പുറകിലെ മലയും. തെല്ലന്തി എന്ന ഗ്രാമത്തിലെ കൃഷിപ്പാടങ്ങളുടെ ഭംഗി മതിയാവോളം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ഇനി ശരിക്കും ഗൂഗിൾ മാപ്പിൽ 1 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുള്ളൂ.
കറക്റ്റായിട്ടുള്ളൊരു വഴി ഞങ്ങൾക്കറിയില്ല. ചോദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ വളരെ ഫ്രണ്ട്ലിയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വഴി പറയാനായിട്ട്. പൊതുവേ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ വഴി പറഞ്ഞു തരാനായിട്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ അങ്ങനെ കണ്ടില്ല. ഇതുവരെയും നാട്ടുകാർ നല്ല രീതിയിലാണ് ഞങ്ങളോടൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു, മുകളിൽ നിറച്ച ആളുകൾ കേട്ടോ. എന്റെ അമ്മു, ചെറിയൊരു സ്ഥലമാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ ഇത്രയും വൈറലായി. എന്തോരം ആളുകൾ. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുക. ഞങ്ങൾ ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈബ് കേട്ടോ ഇവിടെ. ഒരുപാട് ആളുകൾ, ശരിക്കും ആളുകൾ കണ്ടോ, വണ്ടികൾ കിടക്കുന്നുണ്ടോ. ഒരു ചെറിയ സ്പോട്ടാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായ ഈ സ്പോട്ട്. എത്ര പേരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഒരു സൺഡേ ആയതുകൊണ്ട് കൂടാണ് ഇത്രയും ആളുകൾ. എന്നിരുന്നാലും ഈ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇനിയും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുക. ഇതുവരെ നമ്മൾ സ്ഥലം കാണിച്ചില്ലല്ലോ, ഞങ്ങളും അങ്ങോട്ട് പോയില്ല. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. വണ്ടി റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇച്ചിരി സ്ഥലമുണ്ട് വണ്ടിക്ക് പോകാനായിട്ട്. അങ്ങനെ ഫുഡും വസ്ത്രങ്ങളും തുണികളും ഒക്കെ എടുത്ത് നമ്മൾ തെല്ലന്തിയിലെ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. വെള്ളച്ചാട്ടം അല്ലല്ലേ, കനാലിലൂടെ വെള്ളം ഒഴുകുന്നതാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ശരിക്കും. ആളുകളിരിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഈ മലയ്ക്കപ്പുറമാണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന സ്ഥലം. ഒരു റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ പോയാൽ മതി. അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ ആളുകൾ കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. കുറച്ച് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കനാലും ചുറ്റും മലകളും, അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ. ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ച് ഇവിടെ കുളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു അഡ്വഞ്ചർ സ്പോട്ടും കൂടെ ആണെന്ന് നമുക്ക് പറയാം. തല ഉയർത്തി നിൽക്കുന്ന പനകളും വാഴകൃഷികളും ചുറ്റും മലകളും നെൽപ്പാടങ്ങളും ദൂരെയായി കാണുന്ന ഒരു പള്ളിയും എല്ലാം കൊണ്ട് വളരെ നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ചുറ്റും മലകളാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയുന്നത്. നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആ കുളിക്കുന്ന സ്ഥലത്തൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡും തൂക്കിക്കൊണ്ടുള്ള നടത്തം കുറച്ച് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഈ കനാലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫൈനലി ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കനാലിൻ്റെ പുറത്തിരുന്ന് കഴിക്കാൻ പോവുക. ഫുഡൊക്കെ എടുക്കുക സാറേ. പൊറോട്ടയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കനുണ്ട്, പിന്നെ വേറെ എന്താ സാറേ, ബീഫ് കുറുമയുണ്ടല്ലേ, മസാല ബീഫ് മസാല. അങ്ങനെ ഇത്രയും നല്ല ഫുഡൊക്കെ ഇട്ട് ഇതാണ്ട് ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. എന്തായാലും കഴിക്കാം, നമുക്ക് എന്തായാലും കുറേശ്ശെ എടുക്കാം, ഒരു പ്ലേറ്റിലെടുക്കാം. പൊറോട്ട, ബീഫ് ഇട്, കുഴപ്പമില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. നല്ല ആഴമുണ്ട്, എങ്ങനെ ഇറങ്ങുമെന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും വലുതായിട്ട് നീന്താൻ അറിയില്ല, നോക്കാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. വീട്ടിലിരുന്ന് കഴിച്ചാലും ഏത് ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചാലും ഈ ഒരു വൈബ് കിട്ടത്തില്ല. ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ ബാക്കിയും വേസ്റ്റും പേപ്പേഴ്സും പ്ലാസ്റ്റിക്കും എല്ലാം ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണം. ഒരിക്കലും ഇവിടെ നിക്ഷേപിക്കരുത്. ഈ ഒരു ജലത്തിൽ ഒരിക്കലും നിക്ഷേപിക്കുകയും ചെയ്യരുത്. കാരണം ഈ ഒരു ജലം, ഈ ഒരു ജലസ്രോതസ്, ഇത് ഒരുപാട് പേരുടെ ജീവിതമാർഗമാണ്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ. കേരളത്തിൽ നിന്നുള്ള ആളുകൾ വളരെ കുറവാണ്. ഇനി നമുക്ക്
തറയിൽ കൂടി ഇറങ്ങി നടക്കാം. ഇവിടുത്തെ തിരക്കുകൾ ഒന്നും കൂടി കൂടിയെന്ന് തന്നെ പറയാൻ പറ്റും. ഒരുപാട് പേര് വന്ന് അടിച്ച് പൊളിക്കുന്നുണ്ട് വെള്ളത്തിൽ ചാടി. കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ, പക്ഷെ ഇറങ്ങാൻ ഒരു നിവൃത്തിയുമില്ല. നല്ല ഒഴുക്കുമുണ്ട്, അതിനോടൊപ്പം ആഴവും ഉണ്ട്. എന്ത് ചെയ്യുമെന്നാ ഒരു പിടുത്തവും ഇല്ലാതിരിക്കുന്നത്. എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര് തെല്ലന്തി എന്നാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് തെല്ലന്തി. ഈ കനാലും ഇപ്പോൾ തെല്ലന്തി എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഈ കനാലിന്റെ പേര് എന്താണെന്ന് അറിയാമോ? തോവാലൈ കനാൽ എന്നാണ്. തോവാലൈ എന്നുള്ള ഒരു പേര് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് തമിഴ്നാട്ടിലെ ഈ തോവാലൈ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നാണ്. ഇവിടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റ് ഉള്ളത്. മുല്ലപ്പൂവിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു പൂ മാർക്കറ്റാണ് തോവാലൈ. ഇവിടുത്തെ കൃഷിപ്പാടങ്ങളിലേക്കും ജനങ്ങളുടെ നിത്യോപയോഗ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് ഈ തോവാലൈ കനാൽ. നീന്താൻ അറിയാത്തവർ ട്യൂബ് കയ്യിൽ കൊണ്ടുവരുന്ന കണ്ടില്ലേ? ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞങ്ങളും കരുതണം. ട്യൂബോ ലൈഫ് ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നന്നായിട്ട് നീന്തലെങ്കിലും പഠിച്ചിട്ട് വേണം ഇനി വരാൻ. നീന്താൻ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇതേപോലെ കരയിലേക്ക് കൈപിടിച്ച് കയറ്റാനായിട്ട് കുറച്ച് പേര് കരയിൽ നിന്നില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അത്രയ്ക്ക് ഒഴുക്കാണ്. ഇനി കുറച്ച് പിള്ളേർ നമുക്ക് വേണ്ടി ചാടുന്ന ചാട്ടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഇതിൽ ഒരുത്തൻ ഇപ്പോൾ ഉഗ്രൻ ഒരു ഡൈവ് അടിക്കും കേട്ടോ. അതിനുശേഷം പിള്ളേരെല്ലാരും കൂടി നമുക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും ചാട്ടങ്ങളെല്ലാം ചാടുന്നത്. നോക്കിക്കോണേ. ഗായ്സ്, അങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഭയങ്കര ആഴവും നല്ല ഒഴുക്കും അടിയൊഴുക്കും. കുറച്ചൊക്കെ നീന്താൻ അറിയാവുന്നവർക്ക് ജസ്റ്റ് ഒഴുകിയൊക്കെ നിൽക്കാം, എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാം. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും നീന്തൽ അറിയാത്തതുകൊണ്ട് ഒരു പേടി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുക. അടിപൊളി സ്ഥലമാണ് കേട്ടോ, സൂപ്പർ സ്ഥലം, നല്ല വൈബാണ്. ആ ചുറ്റുമുള്ള മലകൾ കാണാനാണ് കൂടുതൽ ഭംഗി. ആ കനാലിങ്ങനെ പൊക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മലകൾ അടിപൊളിയായിട്ടുണ്ട്. 1.5 പൊക്കമുണ്ട്. അപ്പം നീന്തലറിയാവുന്നവർ മാത്രം വരിക അല്ലേ, അതാണ് നല്ലത്. അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. കാരണം നല്ല ആഴമുണ്ട്, അടിയൊഴുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ തെല്ലന്തിയിലെ ഈ കനാലിൽ കുളിക്കാൻ വരുന്നവർ നീന്തൽ അറിഞ്ഞിട്ടേ മാത്രമേ വരാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.